കൈ കൊച്ചിന്റെ. വെൽക്കം ബാക്ക് ടു സുബാവ വ്ളോഗ്സ്. നമ്മളിന്ന് പോകുന്നത് പാത്രക്കടയിലേക്കാണ്. ഇത്ര സന്തോഷം എന്ന് പറഞ്ഞാല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ പാത്രങ്ങൾ വാങ്ങാൻ. ദിവസം ഒരു കുട്ടിയെ കൊണ്ടുപോകണം നമുക്ക്. അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയില് കുറെ പാത്രങ്ങൾ അടുക്കി പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് കൊടുത്ത് മാറാൻ പറ്റിയില്ല. സോ ഇന്ന് നമുക്ക് പോവാം. സമയം 8. നല്ല മഴയുള്ള ദിവസമാണ്. ഇപ്പൊ ഇത്തിരി മഴ പൊടിയുന്നുണ്ടല്ലേ, കുഞ്ഞായിട്ട് മഴ പൊടിയുന്നുണ്ട്. നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞു. ഒരു വല്ലാത്തൊരു കാലാവസ്ഥ. എനിക്കിഷ്ടമല്ല ഇങ്ങനെ നിൽക്കണം. എനിക്ക് ഇതാണ്ട് ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. ഇങ്ങനെ ഏട്ടാ തോന്നാറുണ്ട് ഇങ്ങനത്തെ കാലാവസ്ഥ. എനിക്കിഷ്ടല്ല. ഇങ്ങനെ കൊള്ളു. അതിന് നല്ലത് വെയില. ഞാൻ എന്ന് തുണി നനച്ചിടോ അന്ന് മഴ പെയ്യും. ഇന്നലെ മെനഞ്ഞാന്നൊന്നും തുണി നനച്ചില്ല, അതുകൊണ്ട് മഴയില്ല. ഇന്ന് ഞാനൊരു 12 മണി വരെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പൊ നോക്കിയപ്പോ നല്ല വെയിലൊക്കെ ഉണ്ട്. ഞാൻ തുണിയൊക്കെ നനച്ചിട്ട് അകത്ത് കയറി വന്നപ്പോഴേക്കും ഉണ്ട് മഴ കുരാപ്പ്. എനിക്കറിയാമായിരുന്നു ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്നുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു പാത്രക്കട. എവിടെയാണ് കേട്ടാ പോണ? ചാലയില് പാത്രങ്ങളെല്ലാം കൊടുക്കുമ്പോ അവരെന്ത് തരും നമുക്ക് നോക്കാം. എന്നിട്ട് ബാക്കി എന്താ നോക്കാം. പാത്രങ്ങളൊക്കെ വന്ന് എടുത്ത് മാറ്റിയപ്പോഴേ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. നീ വീണ്ടും പുടലിൽ കൂടി പാത്രം കൂടി കൊണ്ടുപോകുന്നത് ഇല്ല. ഞാൻ വേറെ എക്സ്ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ കയ്യിൽ വലിയ ഉരുളിയില്ല. അതായത് ഒരു 10 പേര് നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഒരു ചിക്കൻ വെക്കാനോ ഒരു മീൻ വെക്കാനോ ഉള്ള ഒരു വലിയ പാത്രം എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ വിചാരിച്ചു അത് വാങ്ങാം. പിന്നെ എൻ്റെ അപ്പച്ചട്ടി കരിഞ്ഞുപോയിട്ട് കുറേ നാളായി. അപ്പോൾ ഒരു അപ്പച്ചട്ടി വാങ്ങണം. അത് ഒരു നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നപ്പോൾ ഞാൻ അടുത്ത വീട്ടിലെ ആൻറ്റിയുടെ കയ്യിൽ നിന്നാണ് വലിയ കലം വാങ്ങിച്ച് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് നല്ലൊരു ഐഡിയ ആണ്. ഏട്ടൻ പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് ഒരു വലിയൊരു കലം. അത് ശരിയാണ് കേട്ടോ. ഒരു 5 കിലോയുടെ കലം മതി അല്ലേ ഏട്ടാ? സ്റ്റീൽ വേണ്ട, അലൂമിനിയം. സ്റ്റീൽ കലമാണ് നല്ലത്. സ്റ്റീൽ കലം ഭയങ്കര വിലയായിരിക്കും. അലുമിനിയം പിന്നെ കുറച്ച് ചിലപ്പോ പൊത്തു പോകുന്നതോ പിന്നെ അടിയിൽ കരി പിടിച്ച. പിന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പച്ചട്ടിയും ഈ ഉരുളിയും പിന്നെ എന്തുവായിരുന്നു പിന്നെ എന്തെങ്കിലും കൊടുത്തിട്ട് ഇത്രയും ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ സംഗതികളൊക്കെ നമ്മൾ വാങ്ങുള്ളൂ. എക്സ്ട്രാ പൈസ കൊടുത്ത് ഞാൻ മേടിക്കാൻ നിൽക്കില്ല. പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വെച്ച് സ്പേസ് കളയണ്ടെന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ചാല മാർക്കറ്റ്. അല്ലേ അച്ഛാ? അല്ലേ അച്ഛാ? അച്ഛൻ ഇനി എന്തെങ്കിലും അവസാനമായിട്ട് എന്തെങ്കിലും സിനിമ എന്നും ഒരു സിനിമ എനിക്കിഷ്ടമല്ല. ഒന്നാമത്തെ കാര്യം മുള്ളാമുട്ട്. എനിക്ക് പറ്റൂല. ഒന്നെങ്കിൽ എവന് മുള്ളാമുട്ടോ അല്ലെങ്കിൽ എനിക്ക് മുള്ളാമുട്ടോ. എനിക്ക് സിനിമയ്ക്ക് പോകുന്നത് ഇപ്പൊ ഒരു ട്രോമയായിട്ടിരിക്കുകയാണ്. ജാക്കറ്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മുള്ളാമുട്ടും ഉറപ്പാണ്. പിന്നെ ആ സിനിമയെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റൂല. മുള്ളിപ്പോകോ എന്നുള്ള ടെൻഷനും പിടിച്ച് പിന്നെ ഇടക്ക് മുള്ളാൻ പോയി കഴിഞ്ഞാൽ അത്രയും ഭാഗം പിന്നെ കാണാൻ പറ്റില്ല. ഇന്റർവെല്ലിന് എല്ലാരും കൂടെ ഇറങ്ങി പിന്നെ അതിന്റെ അവിടെ പോയി ക്യൂ നിൽക്കണം. അതുകൊണ്ട് എനിക്ക് സിനിമയ്ക്ക് പോയി എനിക്ക് ഇഷ്ടമല്ല. ഇന്ന് ഞാൻ ജാക്കറ്റ് എടുത്തിട്ടില്ല, അതുകൊണ്ട് സിനിമയ്ക്ക് പോകണ്ട. ഇന്നും ഒരു സിനിമ പണ്ടൊക്കെ കല്യാണത്തിന് മുന്നേ വിരലിലെണ്ണാവുന്ന സിനിമകൾ മാത്രം. അച്ഛനൊരു മോഹൻലാൽ ഫാനുണ്ട്. അതിഗംഭീര സൂപ്പർ എന്ന് പറഞ്ഞ സിനിമ മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് കണ്ട ചാവറപ്പാട് എല്ലാം എന്നെ വിളിച്ചുകൊണ്ടിരുത്തി കാണും. ഇതാണ് എനിക്കിങ്ങനെ ഞാൻ ഭയങ്കര സെലക്റ്റീവ് ആയിട്ട് കാണുന്ന ആളാണ്. എല്ലാ സിനിമയൊന്നും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഏട്ടന് കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടെ പോകും. പക്ഷെ ഒരു സിനിമ ഇഷ്ടമാണ്. ഏത് സിനിമ ഇഷ്ടം? വിജയ് സിനിമയാ മോഹൻലാൽ സിനിമയാ? വസു വിജയ് ഫാനാണ്. വിജയ് സിനിമ ഇനി വിജയ് സിനിമയൊന്നും ഇല്ലടേ അല്ലേ? അണ്ണം വേറെ ലെവലായി. ഫൈനലി നമ്മൾ നമ്മുടെ സ്വന്തം ചാല മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. MRT TMT എന്നാട്ടോ എൻ്റെ വായിൽ വന്നത്. MRT. അപ്പോൾ MRTയിലാണ് നമ്മൾ പാത്രം എക്സ്ചേഞ്ച് എല്ലാം കൊടുത്തിട്ട് വേറെ എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. എൻ്റെ പൊന്നെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ബ്ലോക്ക്. വർക്കിംഗ് ഡേ ആയതിനെ കൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. നമ്മളാണെങ്കിൽ ഒരു മുടുക്ക് വഴിയിൽ കയറി അവിടെ
പെട്ടുപോയെന്ന് പറഞ്ഞാൽ പിന്നെ അതൊരു വലിയൊരു ട്രോമയാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊരു ഉള്ളിലേക്ക് കയറിയപ്പോൾ അവിടെ നിൽക്കുന്ന കടയിൽ ആളോട് ചോദിച്ചിട്ടാണ് കയറിയത്. അപ്പോൾ പറഞ്ഞു കാറ് പോണ വഴിയാണെന്ന്. പക്ഷേ ഫ്രണ്ടിലൊരു ലോറി വന്ന് ബ്ലോക്ക് ചെയ്തു. പിന്നെ നമ്മളൊരു 1.5 കിലോമീറ്റർ ഇങ്ങനെ ബാക്കെടുത്ത് പോയിട്ടാണ്, ഈശ്വര എനിക്കറിയില്ല, എല്ലാ ദൈവങ്ങളെയും കൂട്ടി വിളിച്ചിട്ടാണ് ഇങ്ങനെയെങ്കിലും അവിടെ എത്തിയത്. അങ്ങനെ നമ്മളെ ആട്ടിയിൽ വന്നിട്ട് ഉരുളി നോക്കി. ഉരുളി എൻ്റെ സൈസിന് പറ്റിയത്, എൻ്റെ മനസ്സിലെ ഉരുളി ഇതല്ല. കലം കിട്ടിയിട്ടുണ്ട്, എൻ്റെ മനസ്സിലെ ഉരുളി ഇതല്ല, കുറച്ചും കൂടെ വാവട്ടമുള്ള ഉരുളിയാണ്. എന്താ പിന്നെ ഞാൻ പറഞ്ഞിട്ട് അത് പിന്നെ മേടിക്കാം. പിന്നെ 1-2 വേറെ ചില്ലറ പാത്രങ്ങളാണ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ലഞ്ച് ബോക്സൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ വസുവിന് അതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് വസു നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള അപ്പച്ചട്ടിയും കലവും അതും ഇതും ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മളിറങ്ങി. വസുവിനൊരു കുട്ടി കപ്പും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വസുവിൻ്റെ ഫ്രണ്ട് അമ്പാടിയുടെ കയ്യിലൊരു കപ്പ് ഉണ്ടെന്നും പറഞ്ഞിട്ട്, അത് അമ്പാടി കുഞ്ഞു വാവയുണ്ട് അവൻ്റെ കൊച്ചു കപ്പ്, പക്ഷേ ഇവന് കണ്ടപ്പോൾ അതേ വേണമെന്നും പറഞ്ഞു. പിന്നെ ഞാൻ അതിനെക്കാട്ടിലും കുറച്ചും കൂടെ വലിയ സൈസിലാണ് വസുവിൻ്റെ പാകത്തിൻ്റെ സൈസിലുള്ള ഒരു കപ്പ് എടുത്ത് കൊടുത്തു. പിന്നെ അങ്ങനെ 120 റുപ്പീസിന് കൂടെ എന്തെങ്കിലും നമ്മൾ പർച്ചേസ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് വന്നപ്പോഴും പിന്നെ അതുകൂടി ബാലൻസ് ചെയ്ത് ആ 120 ദിവസത്തിന് ഒരു കപ്പ് കൂടെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ നമ്മളെന്നും ഈ ചാലയിൽ ഈ കടയിൽ വന്നാണ് സാമ്പ്രാണി തിരിയും ഇതുപോലെ പുകയ്ക്കണ കട്ടയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മളിവിടെ നിന്ന് വാങ്ങാറ്. മണത്ത് നോക്കിയിട്ടൊന്നും എൻ്റെ മൂക്കിൻ്റെ ആണോ ഇതിനൊന്നും മണമില്ലാത്തതാണോ എന്താ ഈ പ്രാവശ്യം വാങ്ങിച്ചത് അട്ട ഫ്ലോപ്പായിരുന്നു. ഒരു മണം ഉണ്ടായിരുന്നില്ല, എന്തോ പുക വരുന്നുണ്ട് അത്ര തന്നെ. കുറേ നേരം നിന്നിട്ടാണ് ഞാൻ അത് പറക്കിയെടുത്തത്. അപ്പോൾ വാസു അതും ഇതൊക്കെ അവിടെ നിന്ന് നോക്കിയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ വന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി കട തപ്പി വന്നപ്പോഴാണ് അന്ന് മറ്റേ ഹോട്ടൽ തൊഴിലാളികളുടെ ഹർത്താലോ എന്തുമായിരുന്നു. അപ്പോൾ ഹോട്ടലൊന്നും ഓപ്പണല്ല. ഇതങ്ങനെ തപ്പി വന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു ഹോട്ടലിൽ വന്ന് കയറിയതാണ് കേട്ടോ. കൊള്ളാം, ഇവിടെ ബിരിയാണിയാണ്, നമ്മൾ ഇതിനു വേണ്ടി ഇവിടെ കയറിയിട്ടുണ്ട്. ബിരിയാണിയാണ് ഇവിടെ സ്പെഷ്യൽ. ഫിഷ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, പ്രോൺസ് ബിരിയാണി, എല്ലാ ടൈപ്പ് ഓഫ് ബിരിയാണി ഉണ്ടാവും. പക്ഷെ നമുക്ക് ബിരിയാണി കഴിക്കാൻ മൂടുന്നുണ്ടായിരുന്നില്ല. നമ്മളെന്താ പൊറോട്ടയാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ വാസു അവിടെ ഇരുന്നിട്ട് എൻ്റെ അടുത്ത് ഇവിടെ വന്നിരിക്കണമെന്നാണ് പറയുന്നത്. ആദ്യം വിളിച്ചപ്പം വരൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി നീ അച്ഛൻ്റെ കൂടെ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അതാണ് ഞാൻ ഇങ്ങനെ വരണ്ട നീ അവിടെ ഇരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു നമ്മുടെ പൊറോട്ട ബീഫ് ഏട്ടൻ എന്താ പറഞ്ഞാൽ ബട്ടർ ചിക്കൻ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളൊരു 6 മണി സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് കയറിയപ്പോഴേക്കും. അപ്പോൾ ഏട്ടൻ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചത് ശരിയായില്ല, അതുകൊണ്ട് വിശക്കണം. അപ്പോൾ ഏട്ടൻ വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും 2 കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അങ്ങനെയാണ് കേട്ടോ നമ്മൾ കഴിക്കാൻ വേണ്ടി കയറിയത്. അപ്പോൾ നമ്മുടെ ഏർലി ഡിന്നറാണ് നമ്മൾ കഴിച്ചത്. പൊറോട്ട, ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞപ്പോൾ അതിന് മെജോറിറ്റി അതിനകത്ത് മറ്റേ ഇതായിരുന്നു കേട്ടുണ്ടായിരുന്നത്, എന്താണ് സവാള. പക്ഷെ കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വസു അവിടെ ഇരുന്ന് വസുവിന് വേറെ എന്തോ കറി വേണം, ഈ കറിയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് വസു അവിടെ ഇരിക്കുന്നത്. കൊള്ളാം, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇത് ഇന്നലത്തെ കറി പറ്റുവാണോ, കാരണം ഒരു മണം പോലെ ഇരിക്കണല്ലോ. പക്ഷെ എനിക്കൊന്നും തോന്നിയില്ല കേട്ടോ, നല്ല കറി, കൊള്ളാം, നല്ല സൂപ്പർ കറിയായിരുന്നു. അപ്പോൾ വസുവിൻ്റെ അടുത്ത് ഏട്ടൻ വിട്ടിരുന്ന് കഴിക്കടാ. അപ്പോൾ പറ്റൂല, അവന് ചൂടാണ്, അതാണ് ഇതാണ്, എന്തൊക്കെ എക്സ്ക്യൂസുകളാണ് ഈ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കൊള്ളാം, നല്ലൊരു പൊറോട്ടയും ബീഫും നമുക്കെന്നും പ്രിയപ്പെട്ടതാണല്ലോ. പിന്നെ നമ്മൾ പോത്തീസിൽ വന്നു കേട്ടോ. പോത്തീസിൽ നമുക്കൊരു ഗിഫ്റ്റ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പൈസ ആയിട്ട് കിട്ടില്ല, നമ്മൾ പർച്ചേസ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഡ്രസ്സൊക്കെ നോക്കി മതിയായപ്പോഴേക്കും നമ്മൾ താഴെ സൂപ്പർ മാർക്കറ്റിലാണ് വന്ന് സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. തിരിച്ചിറങ്ങിയപ്പോഴേക്കും മഴ. ആ പാർക്കിംഗ് ഏരിയയിലിട്ട് പോകാൻ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ഞാനും വസുവും കൂടെ എടുത്ത് ഓടാണ് ചെയ്തത്. അപ്പോൾ അച്ഛനാണ് ബാക്കിൽ നിന്ന് ഈ വീഡിയോ എടുത്ത് തന്നത് കേട്ടോ. വസുവിനൊരു എൻ്റർടൈൻമെൻറ്റാണ് ഇതൊക്കെ, പക്ഷെ നമുക്കല്ലേ കൊച്ചിന് പണി പിടിക്കുമെന്നൊരു ടെൻഷൻ എപ്പോഴും. ഈ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ എവിടെ പോയത്, പോത്തീസിലോ. ഏട്ടന് ഒരു ഗിഫ്റ്റ് കാർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഡ്രസ്സ് നോക്കാനായിട്ട് നമ്മൾ കയറി. എനിക്ക് പിടിച്ചില്ല, ഏട്ടനും പിടിച്ചില്ല. പിന്നെ നമ്മൾ താഴെ സൂപ്പർ മാർക്കറ്റിൽ വന്ന് കുറച്ച് ഗ്രോസറി വീഡിയോ കട്ടിയത്. ബാക്കിൽ കുറേ സാധനങ്ങൾ ഇരിക്കണം, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി ഇപ്പം സൗണ്ട് കേട്ടപ്പോൾ ഏട്ടൻ വിചാരിച്ച പാമ്പാണെന്നോ. സുസിലിമേ പാമ്പിനിങ്ങനെ പിടിക്കാമോ? പിന്നെ എന്താണെന്ന് വിചാരിച്ച പിന്നെ പോത്തീസിന്റെ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കുറച്ച് ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി നേരെ നമ്മുടെ ഫ്രണ്ട് വെയിറ്റ് ചെയ്തോണ്ടിരിപ്പുണ്ട്. ചേട്ടനെ വിളിച്ചിട്ട് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരണം. അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അതിനിടയ്ക്ക് നമ്മളിതാ അവിടുന്ന് ഈ പുളി വാങ്ങിച്ചിട്ട് എന്താണ് സ്വീറ്റ് ടാമറൈറ്റ്, ഈ ചക്കരപ്പുളി എന്ന് നമ്മൾ പറയും കേട്ടോ.
കുറെ ദിവസം കൊണ്ട് വസു യൂട്യൂബില് വീഡിയോ കണ്ടല്ലേ വസു? എവിടെയാണ് വീഡിയോ കണ്ടത്? കിൻഡർ ജോയ് ഇരുന്ന് തിന്നാണ്. നല്ല മധുരമുള്ള പൊളി. അതിന്റെ കുഴുക്കളൊന്ന് വാഴ ഞാൻ ശേഖരിച്ച് വെച്ചിരിക്കണം. ഒരു പുളിയില്ലേ, ആ തണ്ട് ഞാന് അപ്പുറത്തോട്ട് തുപ്പിയിറങ്ങി. അവൻ വായിൽ വെച്ചപ്പോൾ അവന് പുളിയായിരുന്നു, അതുകൊണ്ട് അവൻ തുപ്പിക്കളഞ്ഞാണ് അവൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. See you all soon on my next video. Bye bye.